എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ആൾക്കാർ എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട്, നിൻ്റെ യൂട്യൂബ് ഒന്നും വൈറലാവുന്നില്ലല്ലോ, എന്തിനാ വെറുതെ ഇടുന്നത് എന്നിട്ട്. യൂട്യൂബിൽ ഞാൻ വീഡിയോ ഇട്ടില്ലേ, എനിക്ക് 5 പൈസ മുടക്കില്ല, ഒരു 5 പൈസ മുടക്കില്ലാതെ ഇങ്ങനെ ഇടും. എനിക്ക് അത്യാവശ്യം റീച്ച് ആവുന്നുണ്ട്, ഉള്ളത്ര മതി. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി, ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം ലൈക്ക് അടിച്ചാൽ മതി. ഞാൻ ആരടുത്തെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾ ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ആൾക്കാർ കാണുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നവർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങളേ ചെയ്യുന്നുള്ളൂ, വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്, നല്ല ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ബാഡ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒന്നും ചെയ്തില്ല, എനിക്ക് പ്രതികരിക്കലോ അങ്ങനെ ഒന്നുമില്ല. കാണുന്ന ആൾക്കാർ കണ്ടോട്ടെ, കാണാത്ത ആൾക്കാർ മിണ്ടാണ്ടിരുന്നോട്ടെ, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഓരോരു വീഡിയോ, ചില വീഡിയോ എൻ്റെ 100 വ്യൂസ് പോലും ആവുന്നില്ല, കുഴപ്പമില്ല. ഞാൻ വ്യൂസിന് വേണ്ടി ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നില്ല, എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്, അതാണ്. അതിൽ ഞാൻ സക്സസ്ഫൈഡ് ആണ്. അല്ലാതെ ഇത് വൈറലാണോ മറ്റേ മറിച്ചൊന്നുമില്ല. പക്ഷെ പിന്നൊരു കാര്യം പറയട്ടെ, ഒരു ദിവസം എൻ്റെ വീഡിയോ വൈറലാവും, ഞാൻ കേരളത്തെ മൊത്തം അറിഞ്ഞൊരാളായിരിക്കും. ആ സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജ് അയക്കുന്ന ആൾക്കാരൊക്കെ പോയി പണി നോക്കാൻ വേണ്ടി ഞാൻ പറയും, അത്രയേ ഉള്ളൂ. പിന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്, നീ കാസർഗോഡുകാരനല്ലേ, നിനക്ക് മലയാളം അറിയില്ല. ഉള്ള മലയാളം മതി. എൻ്റെ മലയാളം മനസ്സിലാവുന്നില്ല എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്ക് സ്ഫുടമായ മലയാളം അറിയില്ല, അത് വേറെ കാര്യം. പക്ഷെ പറയുമ്പോഴത്തേക്ക് എൻ്റെ കാസർഗോഡ് മലയാളം വെച്ച് എനിക്ക് മലയാളം എഴുതാൻ പോലും അറിയില്ല, വായിക്കാനും അറിയില്ല എനിക്ക്. പക്ഷെ ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഞാൻ ചില മലയാളത്തിൻ്റെ ഒരു ടൈറ്റിൽ ഇടുന്നത്, അത്രയൊക്കെ കഴിയുന്നുണ്ടല്ലോ, അത്രയും ചെയ്യുന്നുണ്ടല്ലോ. ഇതുപോലും ചെയ്യാത്ത ആൾക്കാരാണ് ഈ വരുന്ന ബീം വിളക്കുന്നത്. അവന്മാരുടെ വീഡിയോ ഒരു മില്യങ്ങൾക്ക് എത്തിയെങ്കിൽ ഒരുപാട് ആൾക്കാർ മില്യങ്ങൾ വ്യൂസുള്ള ആൾക്കാരൊന്നും ഇതിലേക്ക് പരാതി പറഞ്ഞില്ല. ഉദാഹരണത്തിന് രാഹുൽ ഈശ്വർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, ഒരുപാട് വലിയ വലിയ യൂട്യൂബറൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. നമ്മുടെ ചട്ടം ബീസിൻ്റെ ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. പിന്നെ പറയുമ്പോഴത്തേക്ക് തൊപ്പി കാണുന്നുണ്ട്, കുഞ്ഞം പഞ്ചക്കാർ കാണുന്നുണ്ട്, നമ്മളെ മുത്തായ ഷാജാൻ കാണുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. അത് മതി. ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ലിസ്റ്റുണ്ട്. പിന്നെ ഒരുപാട് മൗല്യാക്കന്മാർ കാണുന്നുണ്ട്, അവരൊക്കെ കാണുന്നുണ്ട് എൻ്റെ വീഡിയോ. മോശമായിട്ടൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് പ്രതികരിക്കുന്ന ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യുന്നില്ലേ, അവന്മാരുടെ അടുത്ത് ഞാൻ പോയി പണി വെക്കാൻ വേണ്ടി പറയും. എൻ്റെത് ആയത്ര മതി.